ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്ത് നമുക്ക് ഏവർക്കും ഇപ്രകാരം കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ച കൃപയോർ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇപ്പോൾ അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുന്നതിനുള്ള സമയമാണ്. അതിനു മുമ്പായിട്ട് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പാറശാലയിൽ കർത്താവിൻ്റെ വേലിലായിരിക്കുന്ന കർത്താസൻ സീതാസ് അവർകൾ മുന്നോട്ട് കടന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇപ്പോൾ ആരംഭിക്കുന്നതായിരിക്കും. അതിനുശേഷം ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധനായ പ്രിയ പിതാവേ, ഈ അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ സന്ധ്യയ്ക്കായിട്ട് സ്തോത്രം. ഇന്നൊരു പകൽ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു. ഞങ്ങളായിരുന്ന സ്ഥലങ്ങളിൽ അവിടുത്തെ സമാധാനവും കൃപയും ധാരാളമായി തന്നു ഞങ്ങളെ പരിപാലിച്ചതുകൊണ്ട് സ്തോത്രം. ഈ സന്ധ്യ കാണുവാൻ അവിടെ ഞങ്ങളെ അനുവദിച്ചത് കൊണ്ട് സ്തോത്രം. സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. കുന്നുകുടി ബ്രദറൻ സഭ ക്രമീകരിക്കപ്പെട്ട ഈ സുവിശേഷ യോഗത്തിൻ്റെ 2ാമത്തെ ദിവസത്തിലേക്ക് വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. പ്രാരംഭ സമയം തന്നെ ഇത്രയും പ്രിയപ്പെട്ടവരെ കൂട്ടിവരുത്തി, നിൻ്റെ ദാസന്മാരെ കൂട്ടിവരുത്തിക്കൊണ്ട് സ്തോത്രം. ഞങ്ങൾ ഇന്നത്തെ എല്ലാ ശുശ്രൂഷയ്ക്കും അതിൻ്റെ നടത്തിപ്പിനുമായി കർത്താവേ ദൈവമുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ്. ഞങ്ങൾ കൂടി വന്നത് വൃഥാവായി തീരുവാൻ ഒരു വിധത്തിലും അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ ആത്മാവിൻ്റെ ദിവ്യ സാന്നിധ്യം ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും ഉണ്ടായിരിക്കണം എന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കും. പ്രാരംഭമായി നിൻ്റെ ദാസന്മാർ പാടുവാൻ ആഗ്രഹിക്കുന്നു. ആവശ്യമായ കൃപ ദൈവാത്മാവിനാൽ അവർക്ക് നൽകി അവരെ നാവിൽ കൂടെ ഞങ്ങൾ കേൾക്കുന്ന ഗാനങ്ങൾ ഇന്ന് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഉണർത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഉപകരണങ്ങളെയും അതിൻ്റെ വ്യവസ്ഥിതികളെയും അവിടുത്തെ കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. ശബ്ദവും വെളിച്ചവും വേണ്ട വിധത്തിൽ അവിടെ നൽകണം, സഹായിക്കണം. ഇന്നത്തെ ദിവസത്തെ വചന ശുശ്രൂഷയിലും അവിടുത്തെ വിലയേറിയ ദാസനെ കരങ്ങളിൽ ഉപയോഗിക്കണം. അവിടുത്തെ ജനത്തിന് ആവശ്യമായ ആലോചന അവിടുത്തെ ദാസന്മേൽ ആത്മാവിനാൽ ലഭിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ശുശ്രൂഷ ആദ്യോടന്തം ഭരിക്കുകയും നടത്തുകയും ചെയ്യണം. മഹത്വമെല്ലാം ഞങ്ങൾ അവിടത്തേക്ക് തരുന്നു. വരുവാനുള്ള പ്രിയപ്പെട്ടവരെ കൂട്ടിവരുത്തുകയും ചെയ്യണം. കർത്താവും ഞങ്ങളുടെ ഏകരക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ വളരെ വിനയമായി ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ പിതാവേ. ആമേൻ.
ആലപിച്ച് കേട്ട ഈ മനോഹരമായ ഗാനം രചിച്ചത് കുന്നുകുഴി സഭയിലെ സിസ്റ്റർ ഷെർലി ചന്ദ്രബാബു ഓറുകളാണ്. ഒറിജിനൽ പാട്ടിൻ്റെ ട്യൂണ് അല്പം വ്യത്യാസപ്പെടുത്തിയാണ് ഞങ്ങളിവിടെ ആലപിച്ചത്. എല്ലാവർക്കും അത് ആസ്വദിക്കാൻ സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള നാളുകളിലും ഇത്തരത്തിലുള്ള ഗാനങ്ങൾ രചിക്കുവാൻ, അതിന് ഈണം പകരുവാൻ, അനേകരുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി പാടുവാൻ പ്രിയപ്പെട്ട ആൻറ്റി ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ ഗാന ശുശ്രൂഷയുടെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇതുവരെ നമ്മൾ ഇരുന്ന് ഗാനങ്ങൾ കേട്ട് ആസ്വദിക്കുകയായിരുന്നു. ഇപ്പോൾ ഗീതം ഗീതം ജയ ജയ ഗീതം എന്ന ഗാനം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തും.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ ഈ 3 ദിവസത്തെ സ്പെഷ്യൽ മീറ്റിംഗ്സിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇത്രത്തോളം എല്ലാ കാര്യങ്ങളും ദൈവം അനുകൂലമാക്കി തീർത്തു. അതോർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ച പ്രിയ സഹോദരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് ഇത്രയധികം പേർക്ക് ഇന്ന് കടന്നു വരുവാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് എല്ലാവരും അറിയുന്നത് പോലെ ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത് കർത്തദാസൻ PS തമ്പാൻ അവർകളാണ്. കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് ദൈവജനത്തിൻ്റെ മധ്യേ അനുഗ്രഹീതമായ ശുശ്രൂഷകളാണ് താൻ ചെയ്തു വരുന്നത്. ഒരു പ്രഭാഷകൻ എന്ന നിലയിലും വേദ അധ്യാപകൻ എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു എഴുത്തുകാരൻ, അതുപോലെ ഗാനരചയിതാവ് എന്നിങ്ങനെ വിവിധ നിലകളിൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ ദൈവനാമ മഹത്വത്തിനായിട്ട് താൻ ഈ കഴിഞ്ഞ നാളുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് പ്രകാരം കടന്നു വന്നതോർത്ത് പ്രിയ കർത്തദാസനോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാം. ഇപ്പോൾ പ്രാർത്ഥിച്ച് ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2 സഹോദരന്മാർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആദ്യമായിട്ട് കുന്നൂഴി സഭയിലെ
ബ്രദർ റജോയ് ജോർജ് വർഗീസ് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷം പുലാനി വിള സഭയിലെ അംഗമായിരിക്കുന്ന സഹോദരൻ മാത്യു മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇപ്പോൾ സഹോദരൻ റജോയ് ജോർജ് വർഗീസിനെ ഞാൻ ക്ഷണിക്കുകയാണ്. Our God and most loving Heavenly Father, we thank you, Lord, for this blessed day and for helping each one of us to gather in your holy presence. We thank you, Lord, as children of God, by your grace, we are able to come together in this fashion to worship you, to praise you, to adore you, because you are the King of Kings, you are the Lord of Lords, you are our soon coming King, and you are our Lord and Savior Jesus Christ. We praise you, Lord, we worship you, we thank you because we are able to come like this as your children in your holy presence. We thank you, Lord, for this wonderful day that you have given us, and even as we have come to the end of this day, we thank you for this mighty privilege to be gathered in the presence of the Almighty God and to hear your holy word. We thank you, Lord, for the beautiful time of singing, whereby we could praise you, we could worship you and thank you. We thank you, Lord, for our dear ones who were able to sing the songs of praise. And afterwards, Lord, as we are in your presence to listen to your holy word, we ask you, Lord, to bless your servant, give him all the physical, mental, and spiritual strength that he requires to share your word with us. We thank you, Lord, even as we listen to your word, that you may enable each one of us to obey your word and be subjective to your holy word. We thank you, Lord, today for all the dear ones whom you brought. We remember those who are not with us as they are not able to come. We ask you to be with them also. We remember those who are on the way, that you may also bring them in all safety. We thank you, Lord, for listening to our prayers. We give you all the glory, honor, and praise in the most precious name of our Lord and Savior Jesus Christ. Amen. സ്വർഗസ്വപിതാവാൻ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. കഴിഞ്ഞ ദിവസവും ഞങ്ങൾക്ക് കർത്താവിൻ്റെ തൃപ്പാദപീഠത്തിങ്കലിരുന്ന് ദൈവവചനം കേൾക്കുവാൻ കർത്താവ് അനുവദിച്ചു. സ്തോത്രം. കുന്നുകുഴി സ്ഥലം സഭ ക്രമീകരിച്ച ഈ ബൈബിൾ പഠനത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനം അവിടുന്ന് അനുവദിച്ചു തന്നു. കഴിഞ്ഞ ദിവസം ഹൃദയസ്പർശിയായിരിക്കുന്ന തിരുവചനത്തിലെ ആലോചന പ്രിയ തമ്പാനച്ചാൻ്റെ അധരങ്ങളിലൂടെ ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. ഞങ്ങൾ വെളിച്ചത്തിൽ നടക്കണമെന്നുള്ളതായിരിക്കുന്ന തിരിച്ചറിവ് ഈ നാളുകളിൽ വീണ്ടും ഞങ്ങളെ ഓർപ്പിച്ച് ഉണർത്തിയതോർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ദാസൻ ഇന്നും വേണ്ടതായിരിക്കുന്ന എല്ലാ ദൈവകൃപയും നൽകി അവിടുന്ന് അനുഗ്രഹിക്കണം എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് കർത്താവെ ചിലത് പിടിച്ചുകൊണ്ട് ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ ഞങ്ങൾക്ക് കൃപ തരണം, ഞങ്ങളെ സഹായിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം ജീവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് കൃപ തരണം. ഈ ലോക സാഹചര്യങ്ങൾ ഞങ്ങളെ ഒരിക്കലും അതിന് സമ്മതിക്കുകയില്ല. ദൈവവചനത്തിൻ്റെ ധ്യാനവും കേൾവിയും വായനയുമാണ് ഞങ്ങളുടെ പ്രാവർത്തിക ജീവിതങ്ങൾ. ഞങ്ങളുടെ കർത്താവിനെ അനുഗമിക്കുവാനായിട്ടിടയായി തീരുന്നെന്നുള്ള തിരിച്ചറിവോടെ ഈ നാളുകളിൽ ഭയത്തോടും പ്രിയലോടും കൂടെ ഞങ്ങളുടെ പ്രവാസകാലം കഴിപ്പാൻ ധാരാളമായ കൃപകൾ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഗാനങ്ങൾ ആലപിച്ച പ്രിയ സഹോദരങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. വിവിധ ശുശ്രൂഷകൾ ചെയ്ത പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ദൈവദാസനെ ഒരിക്കൽ കൂടെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശബ്ദത്തെയും വെളിച്ചത്തെയും എല്ലാം അവിടെ നിയന്ത്രിക്കണം. അതിയോടൊന്നും കൂടെ ഇന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ സർവ്വസ്തുതിയും സ്തോത്രവും പ്രാർത്ഥനയും രക്ഷിതാവും കർത്താവുമായ അവിടുത്തെ പരിശുദ്ധമായ പാദപീഠത്തെങ്കിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. പിതാവേ, സ്വീകരിക്കുമാറാകണമേ. ദൈവനാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നും ദൈവസന്നിധിയിൽ ദൈവവചനത്തിൻ്റെ മുമ്പാകെ ദൈവത്തോടുള്ള ആദരവിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ച ആത്മീക സത്യങ്ങളുടെ തുടർച്ചയായിട്ട് ചില ആത്മീക യാഥാർത്ഥ്യങ്ങൾ കൂടെ ധ്യാനിക്കാനാണ് എൻ്റെ ഹൃദയത്തിൽ പ്രേരണയുള്ളത്. ഇന്നലെ വരാത്തവർക്ക് വേണ്ടി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാൻ നിവൃത്തിയില്ല. എങ്കിലും നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഉപയോഗിച്ച
വേദഭാഗം ഞാൻ ആദ്യം അനുസ്മരിപ്പിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ ഉപയോഗിക്കുന്നത്. ദൈവമക്കളെല്ലാവരും ബൈബിള് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ പലരുടെയും കയ്യിൽ ബൈബിള് മൊബൈലിനകത്താണ്. എനിക്ക് അതിനോട് അത്ര വലിയ താല്പര്യമുള്ള ഉപദേശിയല്ല. ഈ കടലാസിൽ അക്ഷരങ്ങൾ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ബൈബിള് തന്നെ ഉപയോഗിക്കുന്നതാണ് ഒരു നല്ല മാതൃക. അതുകൊണ്ട് ഈ പുസ്തകം കയ്യിലുള്ളവർ തുറക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. മൊബൈൽ ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അത് എൻ്റെ ശ്രദ്ധയും ചിലപ്പോൾ അങ്ങ് ബാധിക്കും. എന്താ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അത് വരാതിരിക്കാൻ നമ്മുടെ കയ്യിൽ വലിയ ബൈബിള് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: കർത്താവിന് പ്രസാദകമായത് എന്തെന്ന് പരിശോധിച്ച് വെളിച്ചത്തിനുള്ളവരായി നടന്നുകൊള്ളുവീൻ എന്നുള്ള വചനമാണ്. അതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആശയം ഇതാണ്: കർത്താവിന് പ്രസാദമുള്ളത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുക. ഒരു വിശ്വാസിയെക്കുറിച്ചുള്ള ദൈവോദ്ദേശം അതാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവവൈതലും ശ്രദ്ധിക്കേണ്ട, അഥവാ ആദ്യം മുതലേ പരിശോധിക്കേണ്ട കാര്യം എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രസാദം എന്താണ്. ഇപ്പോൾ വർഷങ്ങൾ പിന്നിട്ടു നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചിട്ട് ആദ്യം അത് ശോധന ചെയ്യാൻ കഴിയാതെ പോയിരുന്ന ആളുകളൊക്കെ പശ്ചാത്തപിക്കുകയും ഇനിയെങ്കിലും ഉള്ള ആയുസ് ദൈവത്തിന് പ്രസാദകരമായ വിധത്തിൽ ചെലവിടുവാനായി സമർപ്പിക്കുകയും ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഇന്നലെ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചത് എഫേസ്യ ലേഖനത്തിൽ നിന്ന് തന്നെയാണ്. ദൈവത്തിന് എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷമില്ലായ്മ പോലെ. ഈ വചനം കേൾക്കുമ്പോൾ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ കൈക്കൊണ്ടു എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ. ഈ വചന ശുശ്രൂഷയ്ക്ക് മുമ്പുള്ള പ്രാർത്ഥനയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏതാത്മാവിൽ വചനം എഴുതിയിരിക്കുന്നുവോ, പലരും പ്രാർത്ഥിക്കും അല്ലേ, എന്നിട്ട് പ്രാർത്ഥനയുണ്ട്, ഏതാത്മാവിൽ വചനം എഴുതിയിരിക്കുന്നുവോ അതേ ആത്മാവിൽ തന്നെ ശുശ്രൂഷിക്കുവാൻ ദൈവദാസന് കൃപ നൽകണമെന്ന്. അക്കൂട്ടത്തിൽ ഒരു വാചകം കൂടെ ചേർത്ത് ഇനി മുതൽ പ്രാർത്ഥിക്കണം, ഏതാത്മാവിൽ വചനം എഴുതിയിരിക്കുന്നുവോ അതേ ആത്മാവിൽ ശുശ്രൂഷിക്കാൻ ദൈവദാസന് കൃപ നൽകുന്നതോടൊപ്പം അതേ ആത്മാവിൽ കേൾക്കാനും കൈക്കൊള്ളാനും ഉള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നത് ഉചിതമായിരിക്കും. എഫേസ്യ ലേഖനത്തിൽ തന്നെ ഊന്നിക്കൊണ്ടാണ് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നടപ്പെന്നുള്ള വാക്കിൻ്റെ ലളിതമായ വ്യാഖ്യാനം, ലളിതമായ അർത്ഥം എന്താ? ജീവിതമെന്നാണ്. രണ്ട് കാര്യം നടക്കുന്ന കാര്യമല്ല, ദൈവത്തിന് പ്രസാദകരമായ ജീവിതം. ഇന്നലെ ആ കാര്യങ്ങൾ വിശദീകരിച്ചു. തുടർന്ന് ഞാൻ ഒടുവിൽ പറഞ്ഞത്, ദൈവം പ്രസാദിച്ച, സമ്പൂർണമായി ദൈവം പ്രസാദിച്ച ദൈവവചനത്തിൽ പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. രണ്ട് വിധത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടായത്. ഒന്ന്, ദൈവപുത്രൻ എന്ന നിലയിൽ, അത് നമ്മൾ സുവിശേഷങ്ങളിൽ കണ്ടു. രണ്ട്,
ശയ്യാപ്രവചനത്തിൽ നമ്മൾ കണ്ടു 42-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് എന്താ, ദൈവത്തിൻ്റെ ദാസൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ പ്രസാദം. ഇന്ന് ദൈവത്തിൻ്റെ പ്രസാദം ലഭിച്ച വ്യക്തികളെ ഉദാഹരണമാക്കിക്കൊണ്ട്, ഒരു വ്യക്തിയെ ഉദാഹരണമാക്കിക്കൊണ്ട് ഞാൻ ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ, എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ എല്ലാവരും എന്നോട് ചേർന്ന് ആ ഭാഗം ഒന്ന് എടുത്ത് വായിക്കുന്നത് ഉചിതമായിരിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. അതെ, ഈ 2 വാക്യത്തിൽ 6-ാം വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗമാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. ഈ 2 വചനത്തിലും ആവർത്തിച്ച് ദൈവപ്രസാദമുണ്ട്. ഉണ്ടോ? ദൈവപ്രസാദം എന്ന വാക്ക് ഈ 2 വചനത്തിലുമുണ്ട്. 5-ാം വാക്യത്തിൽ ഹാനോക്കിൽ ദൈവം പ്രസാദിച്ചതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്, അല്ലേ? ഹാനോക്ക്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അടുത്ത വചനം എന്താ? അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് സാക്ഷ്യം പ്രാപിച്ചു. ഞാൻ ഈ 11-ാം അധ്യായത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക വേദാധ്യാപകരുമൊക്കെ സഭയിലെ ചുമതലപ്പെട്ട പ്രിയപ്പെട്ടവരൊക്കെ ഈ അധ്യായം വചന ശുശ്രൂഷ ചെയ്തിട്ടുള്ളവരാണ്. വിശ്വാസ വീരന്മാരെക്കുറിച്ചുള്ള അങ്ങനൊരു സൂചന ഇതിനകത്തുണ്ട്, അല്ലേ? ഈ അധ്യായത്തിലുണ്ട്. വിശ്വാസ വീരന്മാരെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഈ 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ പ്രധാനമായ 3 വാക്കുകൾ ഈ വിശ്വാസ വീരന്മാരെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായ 3 വാക്കുകൾ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഞാനതൊന്ന് എളുപ്പം പഠിക്കാനുള്ള ഒരു ക്ലൂ പറയാനാണ് ആഗ്രഹിക്കുന്നത്. 1 വിശ്വാസം, 2ാമത് ഇവിടെ ദൈവപ്രസാദം എന്നുള്ള വാക്കാണ്. വിശ്വാസം, ദൈവ പ്രസാദം. 3ാമത്തെ പദം സാക്ഷ്യം എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന്, എല്ലാവരും എന്നെ ശ്രദ്ധിച്ചിരിക്കണേ, ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതാണ് എന്ത്? വിശ്വാസം. ഇനിയും അടുത്ത 2 കാര്യങ്ങൾ ദൈവപക്ഷത്തുണ്ടാകേണ്ടതാണ്. എന്തൊക്കെയാ? പ്രസാദവും പിന്നെ സാക്ഷ്യവും. നമ്മുടെ സഭകളിലൊക്കെ സാക്ഷി യോഗങ്ങളൊക്കെ ഉണ്ട്. തിരുവനന്തപുരത്തും കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ വേദപുസ്തകത്തിലെ സാക്ഷ്യം പറച്ചിലും നമ്മൾ അനുവർത്തിച്ചു പോരുന്ന സാക്ഷ്യം പറച്ചിലും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ. കടലും കടലാടിയും പോലുള്ള വ്യത്യാസമാണ്. സൂക്ഷ്മമായിട്ട് പഠിക്കണം. അപ്പോൾ ഈ സഭയിൽ നമ്മൾ പറയുന്ന സാക്ഷ്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്നതാണ്, അല്ലേ? യഥാർത്ഥത്തിൽ സാക്ഷ്യം, ഞാൻ ഒരു വാചകത്തിൽ പറയാം, യഥാർത്ഥത്തിൽ സാക്ഷ്യം സഭയ്ക്ക് പുറത്താണ് നടത്തേണ്ടത്. വിശ്വാസികൾ സാക്ഷ്യം പറയേണ്ടത് സഭയ്ക്കകത്തല്ല. പിന്നെ അഭിപ്രായ വ്യത്യാസം വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. സഭയ്ക്കകത്തല്ല വിശ്വാസികളുടെ സാക്ഷ്യം നിർവഹിക്കപ്പെടേണ്ടത്, സഭയ്ക്ക് പുറത്താണ്. ഇന്ന് എല്ലാവർക്കും വലിയ ധൈര്യവും വലിയ കൃപയും വലിയ ശക്തിയുമായി ഇവിടെ സഭാഹോളിൻ്റെ 4 അതിരിനകത്ത് വന്ന് സാക്ഷ്യം പറയാൻ ഭയങ്കര വീറാണ്, ഭയങ്കര ധൈര്യമാണ്. എന്നാൽ തിരുവെഴുത്ത് പരിശോധിച്ചാൽ അപ്പോസ്തലന്മാരും ആദിമസഭയും എല്ലാം സാക്ഷ്യം നിർവഹിച്ചത് സഭയ്ക്ക് പുറത്താണ്. ഇത് തിരുവെഴുത്ത് വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്.
എന്നാൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്ന സാക്ഷ്യം നമ്മളെക്കുറിച്ച് പറയുന്നതല്ല, മറിച്ച് ദൈവം നമ്മളെക്കുറിച്ച് പറയുന്നതാണ്. നമ്മളെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം 100% ശരിയാവണമെന്ന് നിർബന്ധം ഇല്ല. ശരിയായ സാക്ഷ്യം ഏതാണ്? ദൈവം നമ്മളെക്കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ് ഏറ്റവും ശരിയായ സാക്ഷ്യം. രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവജനത്തോട് ഞാൻ വളരെ വിനയത്തോട് പറയട്ടെ, ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ദൈവം എന്നെക്കുറിച്ച് എന്ത് സാക്ഷ്യം പറയും? എന്താണ് ദൈവത്തിന് എന്നെക്കുറിച്ച് പറയാനുള്ളത്? അത് ചിന്തിക്കാൻ നമ്മൾക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ സാക്ഷ്യം ദൈവം പരസ്യമായി പ്രസ്താവിക്കുന്നത് തൻ്റെ പ്രസാദം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോഴാണ്, ദൈവ പ്രസാദമുണ്ടാകുമ്പോഴാണ്. ഇവിടെ ഈ ഭാഗത്തേക്ക് നമുക്ക് വരാം. ഞാനിപ്പോൾ ഈ 5-6 വാക്യത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് ചില സത്യങ്ങളൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വിശ്വാസം എന്നുള്ളത് നോക്കണം. വിശ്വാസത്താൽ ഹാനോക്ക് ഈ അധ്യായത്തിൽ ഏതൊരു വ്യക്തിയെക്കുറിച്ചോ ഏതൊരു സമൂഹത്തെക്കുറിച്ചോ ഏതൊരു സംഭവത്തെക്കുറിച്ചോ പറയുമ്പോൾ അവിടെയെല്ലാം തുടങ്ങുന്നത് വിശ്വാസത്താലെന്നാണ്. അപ്പോൾ ഈ അധ്യായം വിശ്വാസത്തിൻ്റെ അധ്യായമാണ്. ഇവിടെ 5-ാം വാക്യത്തിൽ ഹാനോക്കിനെ കുറിച്ച് പറയുന്നത് വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്നാണ്. എല്ലാവരും എന്നെ സഹായിക്കുമല്ലോ അല്ലേ? എന്നാൽ ഇവിടെ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താ? ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു, മരണം കാണാതെ എടുക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ഈ വാക്യത്തിൽ ഒരു അല്പം കൂടെ വചനത്തോട് കൂട്ടിച്ചേർക്കുന്നത് ശരിയല്ല, എന്നാലും ഒരു വചനം കൂടെ ചേർത്ത് പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം. വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, മരണം കാണാതെ അവൻ എടുക്കപ്പെട്ടു. ശ്രദ്ധിക്കണേ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. മാനവ ചരിത്രത്തിൽ ആദ്യം ദൈവത്തോടു കൂടെ നടന്ന വ്യക്തി ആരാണ്? നമുക്കറിയാം. ആരാ? ആദാമാണ്. ദൈവം മനുഷ്യനെ നിർമ്മിച്ചതുപോലും അതിനാണ്. എൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോട് മനുഷ്യപുത്രന്മാരോടുകൂടെ പ്രമോദിക്കാനാണ് ദൈവം മനുഷ്യനെ നിർമ്മിച്ചത്. അപ്പോൾ ആദാം ദൈവത്തോട് കൂടെ നടന്നു. ആദാം ദൈവത്തോട് കൂടെ നടന്നതും ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ആദാം ദൈവത്തോടു കൂടെ നടന്നത് കാഴ്ചയാലാണ്. 2 കൊരിന്ത്യർ 5:7. കാഴ്ചയാലാണ് ആദാം ദൈവത്തോട് കൂടെ നടന്നത്. എന്നാൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതോ കാഴ്ചയാലല്ല, പിന്നെ വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. 2 കൊരിന്ത്യർ 5:7 അതാണ്. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. നോക്കണം, ഇവരുടെ 2 പേരുടെയും ജീവിതം സംബന്ധിച്ചുള്ള നടപ്പ് സംബന്ധിച്ചുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. ദൈവം പ്രസാദിക്കുന്നത് വിശ്വാസത്തിൻ്റെ മേലാണ്, വിശ്വാസത്താലുള്ള നടപ്പിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഇവിടെ വിശ്വാസത്തോടനുബന്ധമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ആത്മീയ പാഠമുണ്ട്. ദൈവം പ്രസാദിക്കുന്നത് വിശ്വാസത്തിൻ്റെ മേലാണ്. ഈ ഹാനോക്കിനെ സംബന്ധിച്ച് അവൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ്റെ ജീവിതം ആരംഭിച്ചത് വിശ്വാസത്താലാണ്. വിശ്വാസത്താലാണ് ഹാനോക്കിൻ്റെ വിശ്വാസ ജീവിത ചരിത്രം ആരംഭിക്കുന്നത്. ഞാൻ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു പഠനമല്ല ഉദ്ദേശിക്കുന്നത്.
ദൈവം എപ്പോഴും പ്രസാദിക്കുന്നത് വിശ്വാസത്തിൻ്റെ മേലാണ്. നമുക്ക് നോക്കാം. ഹാനോക്കിൻ്റെ വിശ്വാസത്തിൽ തുടർന്നിങ്ങോട്ട് പറയുമ്പോൾ അതിന് ആദ്യം 4-ാം വാക്യത്തിൽ ഹാബേലിൻ്റെ വിശ്വാസം, 2 ഹാനോക്കിൻ്റെ വിശ്വാസം, 3 നോഹയുടെ വിശ്വാസം, 4 അബ്രഹാമിൻ്റെ വിശ്വാസം, 5 സാറയുടെ വിശ്വാസം. ഇങ്ങനെ അങ്ങ് പോവുകയാണ് ഓരോരുത്തരുടെയും വിശ്വാസം. ഓർക്കണം, അവർ ജനിച്ച കാലഘട്ടമല്ല ദൈവത്തിൻ്റെ വിഷയം. ദൈവം പ്രാധാന്യം നൽകുന്നത്, വളരെ ശ്രദ്ധിക്കണം, ദൈവം പ്രാധാന്യം നൽകുന്നത് അവർ ജനിച്ചത് മുതലുള്ള കാലഘട്ടത്തിനല്ല. പിന്നെ അവർ എപ്പോൾ വിശ്വസിച്ചു അതുമുതലുള്ള കാലഘട്ടത്തിനാണ് ദൈവം പ്രാധാന്യം നൽകുന്നത്. നമ്മൾക്ക് ഈ വിശ്വാസത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പ്രസാദം, ഇത് നമ്മൾക്ക് തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കാം. ദൈവം പ്രസാദിക്കുന്നത് ഒരു വ്യക്തി ജനിച്ച കാലം മുതലുള്ള ജീവിതത്തിലല്ല. ദൈവം പ്രസാദിക്കുന്നത് അവൻ വിശ്വസിച്ചത് മുതലുള്ള കാലഘട്ടത്തിലാണ്. കർത്താവായ യേശുക്രിസ്തുവിനോട് യഹൂദജനം ഒരു ചോദ്യം ചോദിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 28-ഉം 29-ഉം വാക്യങ്ങൾ. ചോദ്യം യഹൂദന്മാർ ചോദിച്ചു, യേശുക്രിസ്തു മറുപടി നൽകുന്നു. ചോദ്യം എന്താണ്? 28-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ച സഹായിച്ചേട്ടാ. അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണ്? ഇതാണ് ചോദ്യം. ദൈവത്തിന് പ്രസാദമുള്ള ബാക്കിയൊന്ന് പറഞ്ഞേ. പ്രവൃത്തി. ദൈവത്തിന്, ഞാനിത് ചുമ്മാതെ ബാക്കി പറയിപ്പിച്ചല്ല കേട്ടോ, അതിനൊരു കാരണമുണ്ട്. പറയിപ്പിച്ചതിനൊരു കാരണമുണ്ട്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണ്? ഇതാണ് ചോദ്യം. ആരോടാ? സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശുക്രിസ്തുവിനോടാ ചോദ്യം. ദൈവപുത്രനോടാ ചോദ്യം. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണ്? കർത്താവിൻ്റെ മറുപടി കേട്ടോ, വായിച്ചേ 29-ാം വാക്യം. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്നുത്തരം പറഞ്ഞു. എന്താ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി? വിശ്വാസമാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. ദൈവം ഒരു വ്യക്തിയിൽ എപ്പോഴാ പ്രസാദിക്കുന്നത്? എപ്പോൾ ഒരു വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ അപ്പോഴാണ് ദൈവം അവൻ്റെ മേൽ പ്രസാദിക്കുന്നത്. ഇനി ഞാൻ ഒരു ലളിതമായ ചോദ്യം ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും പ്രാർത്ഥിച്ചപ്പോഴും ഉപയോഗിച്ചൊരു വാക്ക് വേദപഠനം എന്നുള്ളതാണ്. ഇതൊരു പ്രസംഗമല്ല കേട്ടോ. പ്രസംഗം കേൾക്കാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ ആരും വരരുത്. ഇത് പ്രസംഗമല്ല. ഞാനിവിടെ ലളിതമായൊരു ചോദ്യം ചോദിക്കുകയാണ്. വിശ്വാസം ഒരു പ്രവൃത്തിയാണോ? നമ്മളേറ്റവും അധികം ചത്തുകളെയല്ലേ, മരിച്ചുകളെ പ്രവൃത്തിയാലല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എഫേസ്യലേഖനം 2-ാം അധ്യായത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താ? പ്രവൃത്തികളും 2 കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാരണമല്ല, 2 പ്രവൃത്തികളും കാരണമല്ല. നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ നിങ്ങൾ കാരണമല്ല. എന്നൊക്കെ വലിയ മാനങ്ങളും വലിയ അർത്ഥമുണ്ട് കേട്ടോ. 1 നിങ്ങൾ കാരണമല്ല, 2 പ്രവൃത്തികളും കാരണമല്ല. എന്നിട്ട് ഇവിടെ പറയുന്ന കർത്താവായ യേശുക്രിസ്തു പറയുന്നത് എന്താ? വിശ്വാസമെന്ന പ്രവൃത്തി കൊണ്ടാണെന്നാ. എഫേസ്യലേഖനം 2-ാം അധ്യായം വെച്ച് നമ്മളെല്ലാം പറയുന്നത് വിശ്വാസം ഒരു പ്രവൃത്തിയല്ലെന്നാണ്. എന്നാൽ നസറേത്തുകാരൻ യേശുക്രിസ്തു പഠിപ്പിക്കുന്നത് വിശ്വാസം ഒരു പ്രവൃത്തിയാണെന്നാണ് പഠിപ്പിക്കുന്നത്.
എന്താ? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. എന്താ? ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. ഞാൻ വളരെ വേഗം ഇതിൻ്റെ ഒരു വ്യാഖ്യാനം തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. ഇതൊക്കെ ഒത്തിരി വിസ്തൃതമായി പഠിക്കേണ്ടതാണ്. പെട്ടെന്ന് പറഞ്ഞു പോയാൽ പൂർണ്ണമായിട്ടും നമുക്ക് ഗ്രഹിക്കാൻ കഴിയാതെ പോകും. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണ് അല്ലേ? ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ മാത്രമല്ല, പ്രായമുള്ളവരും ബൈബിളിൻ്റെ രക്ഷിക്കപ്പെട്ട സമയത്തെ ബൈബിളാണ്. ആ ബൈബിളിൻ്റെ ആദ്യത്തെ പേജിൽ എഴുതി വച്ചിരിക്കുന്ന വാക്യം ഏതാ? എനിക്ക് നന്നായിട്ടറിയാം. ഏതാ? റോമാലേഖനം 10:9. ക്യാമ്പിന് പോയാലും സൺഡേ സ്കൂളിലായാലും വീട്ടിൽ വെച്ച് രക്ഷിക്കപ്പെട്ടാലും സഭയിൽ വെച്ച് രക്ഷിക്കപ്പെട്ടാലും കൺവെൻഷനിൽ വെച്ച് രക്ഷിക്കപ്പെട്ടാലും രക്ഷിക്കപ്പെട്ടവരെല്ലാം ബൈബിളിൻ്റെ ആദ്യ പേജിൽ അവർ രക്ഷിക്കപ്പെട്ട തീയതിയോട് ചേർത്ത് കുറിച്ച് വെച്ചിരിക്കുന്ന വാക്യം ഏതാ? റോമർ 10:9 വാക്യമാണ്. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഏതൊരു കുഞ്ഞ്, പ്രത്യേകിച്ച് ബ്രദറുകാർ, ബാക്കി ആരെയും ഞാൻ അക്കൂട്ടത്തിൽ പെടുത്തുകയല്ല, ബ്രദറുകാർ കുഞ്ഞുങ്ങൾ ആരായാലും പറയും റോമർ 10:9 ഞങ്ങളുടെ രക്ഷയ്ക്ക് കാരണം. ആ വാക്യം ഒന്ന് എൻ്റെ കൂടെ ഒന്ന് പറയാമോ? റോമർ 10:9. യേശുവിനെ കർത്താവെന്ന്, എല്ലാവരും കൂടെ അങ്ങ് പറയുന്നത് എന്തൊരു സന്തോഷമാണെന്ന് നോക്കി. യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട്, ചിലരുടെ തല്ലിക്കൊന്നാൻ വേണ്ടിയല്ല, യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും പിന്നെ ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അടുത്ത ചോദ്യം, സ്പീഡിൽ പോവേ, സമയം പോരാത്തതുകൊണ്ടാണ്. ഇതിലാദ്യം നടക്കുന്ന ഏതാ? വായു കൊണ്ട് ഏറ്റുപറയുകയാണോ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയാണോ? ഇതിലാദ്യം നടക്കുന്നത് ഏതാ? അങ്ങനെ നിർത്തി അടി പറയാതെ തെളിവൂടെ പറയണ്ടേ? എന്താ ഇതിൻ്റെ തെളിവ്? അടുത്ത വാക്യം അതിൻ്റെ തെളിവ്. 10-ാം വാക്യം അതിൻ്റെ തെളിവ്. എന്താ? നീതിക്കായി ഹൃദയം കൊണ്ട്. അപ്പോൾ ഒന്നാമത് നടക്കേണ്ടത് എന്താ? വിശ്വാസമാണ്. നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും പിന്നെ രക്ഷയ്ക്കായി വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഇത് ആണ് രക്ഷിക്കപ്പെടാനുള്ള ദൈവപ്രസാദമുള്ള പ്രവൃത്തി. ഞാനതിങ്ങനെ വ്യക്തമാക്കാം. ഒന്ന്, ഇവിടെ പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും, അതൊരു പ്രവൃത്തിയാണെന്ന് മനസ്സിലാകും. ഏതാ? വായു കൊണ്ടുള്ള പ്രവൃത്തി. എന്താ വായു കൊണ്ടുള്ള പ്രവൃത്തി? യേശു എൻ്റെ കർത്താവാണ് എന്ന് എല്ലാവരും ശ്രദ്ധിച്ചേ. ഇത് ശരിയായില്ലെങ്കിൽ സ്വർഗത്തിൽ കാണത്തില്ല കേട്ടോ. ഏതാ? ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യം ശരിയായില്ലെങ്കിൽ മോണിൽ കാണുകയല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൽ വായു കൊണ്ട് ഏറ്റുപറയുക എന്നുള്ള പ്രവൃത്തി നമുക്ക് മനസ്സിലാകും, അതൊരു പ്രവൃത്തിയാണ്, വായു കൊണ്ട് പറയുന്നതാണ്. പക്ഷേ ഹൃദയം കൊണ്ടുള്ളതോ? വിശ്വാസം എന്നുള്ളത് ഹൃദയത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇതാണ് കർത്താവ് തമ്പുരാൻ പഠിപ്പിച്ചത്. നിന്റെ ഹൃദയം കൊണ്ട് നീ എന്ത് ചെയ്യണം? ദൈവം അയച്ചവനിൽ വിശ്വസിക്കണം. ഞാനിതിൻ്റെ വ്യാഖ്യാനം, ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഹൃദയത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ മറന്നു പോകരുത് അടിസ്ഥാനപരമായി. അപ്പോൾ പ്രവൃത്തിയാലാണ് രക്ഷയെന്ന് PS തമ്പാൻ വന്ന് സ്ഥാപിച്ചിട്ട് പോയെന്ന് നാളെ ഫേസ്ബുക്കിൽ ഒന്നും കാണാനിടയാകരുത് കേട്ടോ. അതുകൊണ്ട് വ്യക്തമായി തെളിവായിട്ട് ഞാൻ പറയാൻ പോവുക. ഒന്ന്, വിശ്വാസം കൃപയുടെ പ്രവൃത്തിയാണ്. കൃപയാലല്ലോ നിങ്ങൾ, കൃപയുടെ പ്രവൃത്തിയാണ്.
ഒരു വ്യക്തിയിൽ കൃപയുടെ പരിവർത്തനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് എന്ത്? വിശ്വാസം. അതുകൊണ്ട് അത് കൃപയുടെ പ്രവൃത്തിയാണ്. 2 എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ, അത് 3-ാം അധ്യായത്തിലാണ്. എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അവിടെ 19-ാം വാക്യത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അവൻ്റെ ബലത്തിൻ, 18-ാം വാക്യത്തിൻ്റെ ഒടുവിലാണ്, 18ൻ്റെ ഒടുവിൽ, അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന. എങ്ങനെയാ വിശ്വസിക്കുന്നത്? എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഹൃദയഭാരത്തോടെ പറയുക കേട്ടോ, രക്ഷിക്കപ്പെട്ട ഒരുപാട് പേർക്ക് ഈ സംഗതി ഒന്നും ഒരു പിടിയും കിട്ടിയിട്ടില്ല. സ്തോത്രം. രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒരു സത്യം സംഭവിച്ചെങ്കിൽ അതിൽ ഞാൻ സംതൃപ്തനാണ്. പക്ഷേ എങ്ങനാ സംഭവം നടന്നത്? എങ്ങനാ? ഈ വാക്യം കണ്ടോ? പുറകിലൊക്കെ ഇരിക്കുന്നവരൊക്കെ വചനത്തിൽ ശരിക്ക് നോക്കിക്കോണേ. എങ്ങനെ ഈ വിശ്വസിച്ചേ? അയ്യോ, ഞാൻ 1970 ജനുവരി മാസം 17-ാം തീയതി ശനിയാഴ്ച രാത്രി KV ജോർജാൻ്റെ പ്രസംഗം കേട്ട് വിശ്വസിച്ചു. ഞാനങ്ങനെ രക്ഷിക്കപ്പെട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഞാൻ രക്ഷിക്കപ്പെടും. പക്ഷെ അതിന് മുമ്പ് എന്തോ നടന്നു. ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എന്ത് നടന്നു? അതാ ഈ 18-ാം വാക്യത്തിൻ്റെ ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. എന്താ? അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരം എന്നിൽ നടന്നു. എന്താ ദൈവത്തിൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരം എന്ന് പറഞ്ഞാൽ എന്താ? കടിച്ച പൊട്ടാത്ത വാക്കുകളാണ്. ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ വേദപുസ്തകം വായിക്കുന്നവർക്കേ പിടികിട്ടുള്ളൂ. ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഉള്ളിലുള്ളവർക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. എന്താ? അവൻ്റെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ, അല്ലേ? ദൈവത്തിൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരം. അതിനൊറ്റ വാക്കിലൊന്ന് പറയാം അതെന്താന്ന്. അതുകൊണ്ട് ചില സൗരന്മാരും പറഞ്ഞു, എന്താ അത്? പരിശുദ്ധാത്മാവ്. സുവിശേഷം ഒരു വ്യക്തി കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ആ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരം ഒരു പാപിയുടെ ഉള്ളിൽ ഉൾക്രിയ നടത്തുമ്പോഴാണ് അവൻ വിശ്വസിക്കുന്നത്. അപ്പോഴാണ് ആള്, സ്തോത്രം, ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം പാടിയ പാട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഭാഗ്യനാൾ യേശുവൻ പാപം തീർത്ത നാൾ, വൻ ക്രിയ എന്നിൽ നടന്നു. ഒരു വ്യക്തി വിശ്വസിക്കുന്നത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എന്ത് നടക്കുമ്പോഴാണ്? വൻ ക്രിയ നടക്കുമ്പോഴാണ്. കൃപയുടെ പ്രവൃത്തിയാണ് വിശ്വാസം. 2 പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആർക്കും പ്രശംസിക്കാൻ പറ്റുകയല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നോടൊപ്പം ചിന്തിക്കുന്നുണ്ട്. എല്ലാവരും നല്ല ഉത്സാഹത്തിലാണ്. ദൈവം സഹായിക്കട്ടെ. സ്വർഗത്തിൽ ചെല്ലുന്നുണ്ടേ എൻ്റെ കാര്യം അങ്ങ് പറയാം. എന്നെ കുറ്റപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രയാസവും വരികയല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം തന്നെ അങ്ങ് പറയാം. ഞാൻ സ്വർഗത്തിൽ ചെല്ലുന്നുണ്ട് കർത്താവിനോട് പറയാം, കർത്താവേ, നീ പെടാപ്പാട് വിട്ട് സാക്ഷാൽ ദൈവമായിരുന്ന അങ്ങ് മനുഷ്യനായി ഭൂമിയിൽ വന്ന്
എൻ്റെ പാപമൊക്കെ ചുമന്ന് കുരിശിലൊക്കെ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, അവിടുത്തെ രക്തമൊക്കെ എനിക്ക് വേണ്ടി ചൊരിഞ്ഞെങ്കിലും, അത് അങ്ങ് ചെയ്തെങ്കിലും ഞാൻ വിശ്വസിച്ചുകൊണ്ടല്ലയോ ഇവിടെ വന്നേ. അവിടുന്ന് ഇതൊക്കെ ചെയ്താലും ഞാനിവിടെ വരണമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കുന്നേ. ഞാൻ വിശ്വസിച്ചുകൊണ്ടല്ലേ ഇവിടെ വന്നേ. എന്താ പറയും കറുത്ത ഉമ്മനെ തമ്പാച്ച തൊള്ള തട്ടി വെച്ച് പറയും, അതിനും എൻ്റെ കൃപയാണ് കാരണം, അതിനും എൻ്റെ ആത്മാവാണ് നിന്നിൽ. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടതിൻ്റെ പിമ്പിൽ സ്വർഗത്തിലെ ദൈവത്തിനല്ലാതെ മറ്റാർക്കും പ്രശംസിക്കുവാൻ അവകാശമില്ല. ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുമ്പോഴാണ് ദൈവത്തിന് സ്തോത്രം, ദൈവം ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രസാദിക്കുന്നത്. വിശ്വാസം കൂടാതെ, അതാണ് 6-ാം വാക്യം, എബ്രായർ 11:6. എന്താ? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഹാബേലിൽ ദൈവം പ്രസാദിച്ചതിൻ്റെ കാരണം എന്താ? വിശ്വസിച്ചു. ഹാനോക്കിൽ ദൈവം പ്രസാദിച്ചതിൻ്റെ കാരണം എന്താ? വിശ്വസിച്ചു. നോഹയിൽ ദൈവം പ്രസാദിച്ചതിൻ്റെ കാരണം എന്താ? ഞാനിങ്ങനെ എല്ലാം കൂടെ ചോദിക്കാൻ പോയ സമയത്തിന് അങ്ങ് പോകല്ലേ. ഒരു വ്യക്തിയിൽ ദൈവം പ്രസാദിക്കുന്നത് ആ വ്യക്തി വിശ്വസിക്കുന്നത് കൊണ്ടാണ്, വിശ്വസിക്കുമ്പോഴാണ്. ഞാൻ ഇതിൻ്റെ ഒരു വിശദീകരണം എന്ന നിലയിൽ ഇതിനോട് ചേർത്ത് 1-2 കാര്യങ്ങളൂടെ വെച്ചിട്ട് സാധിക്കുന്നത്ര അടുത്ത ആശയത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുക. ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് എല്ലാവർക്കും ഞാനിപ്പോൾ പറഞ്ഞ വിശ്വാസമുണ്ട് അല്ലേ? അതില്ലാത്ത ആരെങ്കിലും ഇപ്പോൾ ഒരു കുറ്റബോധമോ പാപബോധമോ ഉണ്ടായാൽ, കർത്താവേ ഞാൻ ഇങ്ങനെയാണോ വിശ്വസിച്ചത്, ഇങ്ങനെ അല്ലെന്നൊരു തോന്നൽ വന്നാൽ ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് മുട്ടിന്മേൽ നിന്ന് ശരിക്കും സമയമെടുത്ത് പ്രാർത്ഥിക്കണം കേട്ടോ. ആത്മപരിശോധന നടത്തണം. ഞാനൊരു വലിയ സത്യം പറയാം. പിശാചിൻ്റെ വലിയ തന്ത്രം ഞാൻ ചിലയിടത്തൊക്കെ പറഞ്ഞത് കേട്ടിട്ടുള്ളവരിവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിശാചിന് 3 തന്ത്രങ്ങളാണ് നമ്മുടെ രക്ഷയോട് ബന്ധപ്പെട്ടുള്ളത്. 3 പ്രധാന തന്ത്രങ്ങൾ. ഒന്ന്, രക്ഷിക്കപ്പെടാത്ത ആളിനെ രക്ഷിക്കപ്പെട്ടതാണ് എന്നുള്ള ബോധ്യം നൽകി അവനെ നരകത്തിൽ കൊണ്ട് തള്ളുക. ഇത് പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ് കേട്ടോ. ആൾ യഥാർത്ഥത്തിൽ നിങ്ങൾ മിണ്ടുകയല്ലേ, ആൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടതല്ല. പക്ഷെ ഇവൻ്റെ ധാരണ എന്താ? ഞാൻ കൈപൊക്കിയതാ. ബൈബിളിൻ്റെ ആദ്യത്തെ പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്, സ്നാനപ്പെട്ടിട്ടുണ്ട്, എല്ലാ ആഴ്ചയിലും കർത്തൃമേശയിൽ വേണ്ടി വന്നാൽ പരസ്യയോഗത്തിന് പ്രസംഗിക്കുകയും ചെയ്യും. അത്യാവശ്യം വന്നാൽ ബൈബിൾ ക്ലാസ്സും എടുക്കും. അപ്പോൾ ഇവൻ രക്ഷിക്കപ്പെട്ടല്ലേ? രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്കും ഇതൊക്കെ സാധ്യമാണ്. ഇത് പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ്. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടാത്ത ആ വ്യക്തിക്ക് രക്ഷിക്കപ്പെട്ടതാണെന്നുള്ള ധാരണ നൽകി അവനെ അവൻ്റെ പദ്ധതി അനുസരിച്ച് എവിടെ കൊണ്ടുപോവാ? നരകത്തിൽ കൊണ്ടുപോകാം. രണ്ടാമത്തെ തന്ത്രം എന്താണെന്നറിയാമോ? രക്ഷിക്കപ്പെട്ട ആളിൽ ഞാൻ രക്ഷിക്കപ്പെട്ടതല്ല എന്ന സംശയം ഉളവാക്കി അവനെ കുഴയ്ക്കുക.
ചുമ്മാ ഇരിക്കുന്നുണ്ടൊക്കെ തോന്നുന്നു, അയ്യോ ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ? ഇത് പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ്. രക്ഷിക്കപ്പെട്ടവരിൽ രക്ഷിക്കപ്പെട്ടതാണോ എന്ന സംശയം ഉളവാക്കി ആ വ്യക്തിയെ കുഴയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ തന്ത്രം. മൂന്നാമത്തെ തന്ത്രം എന്താണെന്നറിയാമോ? രക്ഷിക്കപ്പെട്ടതാണ്, ആ വ്യക്തിക്കും ആ ബോധ്യമുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടാണ്, ഇന്ന് മരിച്ചാൽ കർത്താവിൻ്റെ കയ്യിലാണ്, എൻ്റെ കർത്താവ് ഇന്ന് വന്നാൽ ഞാൻ കർത്താവിൻ്റെ കൂടെ, വലിയ ഉറപ്പുമുണ്ട്. പക്ഷേ മൂന്നാമത്തെ തന്ത്രം വളരെ കട്ടിയുള്ളതാണ് കേട്ടോ. എന്താണെന്നറിയോ? ഒരു വിധത്തിലും ആ രക്ഷയിൽ സന്തോഷിക്കാൻ ഉള്ളു തുറന്നൊന്ന് ചിരിക്കാൻ പോലും അനുവദിക്കുകയില്ല. ബൈബിളിലെ ഒരു വാക്യമാണ് അവരുടെ വലിയ മുദ്രാവാക്യം. എന്താണെന്നറിയോ? ഘനശാലികളായിരിക്കും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ അമേരിക്കക്കാരും അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരും നമ്മളും തമ്മിലുള്ള വലിയ വ്യത്യാസം. ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, അതേസമയം ഒരു ഇംഗ്ലീഷുകാരനോ ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, അവനെന്ത് ചെയ്യും? സന്തോഷിക്കും അല്ലേ? രക്ഷയിൽ സന്തോഷിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. എൻ്റെ വിഷയം വിട്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് അടിസ്ഥാനപരമായി ദൈവപ്രസാദം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആദ്യമേ സംഭവിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ മേലാണ്. നിൻ്റെ ബാഹ്യ പ്രകടനത്തിന്മേലോ നിൻ്റെ ബാഹ്യ കാഴ്ചയുടെ മേലോ പ്രസാദിക്കുന്നവനല്ല ദൈവം. നിൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നവനാണ് ദൈവം. ഹൃദയത്തിൽ വിശ്വാസമുണ്ടോ എന്ന് നോക്കിയിട്ട് ആ ആന്തരിക വിശ്വാസത്തെ നോക്കി പ്രസാദിക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. ഇനി ഞാൻ പറയാൻ വന്ന 2-3 ആശയങ്ങൾ. രണ്ടാമത്തെ കാര്യം, ഞാൻ വളരെ അധികം ചിന്തിക്കുകയും എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ആവോളം ശ്രമിക്കുകയും ചെയ്യുന്ന കാര്യം രണ്ടാമത്തത് എന്താണെന്നറിയോ? ഈ വിശ്വാസം ഒരു ദിവസം കൊണ്ട് തീരുന്നതാണോ? വിശ്വസിച്ചു, അതോടുകൂടെ ക്ലോസ്ഡ് ആണോ? എൻ്റെ ദൈവത്തിന് മഹത്വം. എല്ലാവരും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. സ്തോത്രം ഒന്നും പറയണമെന്ന് നിർബന്ധമില്ല. ആരും ഞാൻ പറഞ്ഞിട്ട് സ്തോത്രം പറയുകയും വേണ്ട കേട്ടോ. അനുദിന ജീവിതത്തിലെ വിശ്വാസം, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് മരിക്കുന്നിടം വരെയുള്ള ജീവിതത്തിലെ വിശ്വാസം. ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അത് രണ്ടുമുണ്ട്. രക്ഷയ്ക്കുള്ള വിശ്വാസമുണ്ട്, പിന്നെ അനുദിന ജീവിതത്തിലുള്ള വിശ്വാസമുണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രിയൊക്കെ ഒരുമിച്ച് നിന്ന് സഹോദരന്മാരൊക്കെ ഒരുമിച്ച് നിന്ന് സംസാരിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ അടുത്ത കാലത്ത് ഞാൻ പലരോടും പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. ഞാൻ ദൈവത്തെ വാഴ്ത്തും. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭം ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. അവരൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടും ഞെരുക്കവും അതിൻ്റെ നടുവിൽ അവരെ പുലർത്തിയ, അവരെ നടത്തിയ ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഞാനൊരു സുവിശേഷകൻ എന്ന നിലയിൽ വിശ്വാസ ജീവിതത്തിൻ്റെ തേൻകട്ട ആവോളം രുചിച്ചറിഞ്ഞ ഒരാളാണ്. ദൈവവചനം പഠിക്കുമ്പോൾ എബ്രായ ലേഖനത്തിലും അതുകൊണ്ട് പുറപ്പാട് പുസ്തകം മുതൽ യോശുവയുടെ പുസ്തകം വരെ വായിച്ചാൽ വിശ്വാസ ജീവിതത്തിൻ്റെ അനുഗ്രഹീതമായ പാഠങ്ങൾ നമ്മൾ പഴയ നിയമമൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം ഉൾക്കൊള്ളുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടായിരിക്കാം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ.
ഞാൻ ലളിതമായ ചോദ്യം ചോദിക്കട്ടെ. ഒരാടിനെ കൊന്ന് അതിൻ്റെ ചോര എടുത്ത് വീടിൻ്റെ വാതിക്കലെ കട്ടളക്കാലേലും കുറുമ്പടിമേലും പുരട്ടിയാൽ വിടുതൽ കിട്ടും? ഒരു രാജ്യത്തിന് രക്ഷപ്പെടാൻ പറ്റുമോ? അടിമത്തത്തിൽ നിന്ന് വിടുതൽ കിട്ടുമോ? വിമോചനം കിട്ടുമോ? മറുപടി പറയുന്നേ, കിട്ടുമോ? കിട്ടും. അതിൻ്റെ തെളിവെന്താ? ദൈവത്തിന് സ്തോത്രം. മോശയോടിച്ച് പതുക്കെ ഒരുണക്കമ്പെടുത്ത് കടലിൻ്റെ നേരെ നീട്ടിയാൽ കടൽ രണ്ടാകുമോ? ഉണ്ടാവോ? ഒരു കമ്പെടുത്ത് പാറയടിച്ചാൽ ആ പാറയിൽ നിന്ന് വെള്ളം കിട്ടുമോ? ഇതൊക്കെ അനുഭവിച്ചവരുണ്ടെങ്കിൽ മാത്രം സ്തോത്രം പറഞ്ഞാൽ മതി. ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള, ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. എനിക്ക് ഈ സൈമൺ സാറും ടി.കെ. സപ്പച്ചനും എം.ഇ. ചെറിയാൻ സാറും ഒക്കെ എഴുതിയ പാട്ട്, ഞാനിവിടെ ഒരു ഗാനരചയിതാവെന്നൊക്കെ പറയും. വെറും ഒടുക്കുഴി കിടക്കുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ ഒന്ന് പറയുന്നത് പോലെ അത്രയുണ്ട്, ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബഹുമാനപ്പെട്ട ചെറിയാൻ സാർ എഴുതിയ ഒരു പാട്ടുണ്ട്, ഭക്തരിൻ. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര. ആരും ഇപ്പോൾ പാടിക്കളയരുത്, സമയമില്ലാത്തതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെ മിണ്ടാതൊക്കെ നിൽക്കുന്നത് ഈ ജീവിതത്തിലെ ഭൂതകാലത്തിലേക്കൊക്കെ ഓർമ്മ പോകുന്നതുകൊണ്ട്, പറയാൻ വാക്കുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. എൻ്റെ ദൈവം വിശ്വസ്തൻ. പൗലോസിൻ്റെ വചനം കടമെടുത്ത് ഞാൻ പറയട്ടെ, ഞാൻ ആരെ വിശ്വസിക്കുന്നു അവനെ ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചു വരിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇതുവരെ കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം. അതിനെ എളിയ ഭാഗത്ത് നിന്ന് ഒരെളിയ പാകം, ഒരു പാർട്ട് നിർവഹിച്ചിട്ടുണ്ട്. എന്താ? എൻ്റെ കർത്താവിനെ ഞാനങ്ങ് വിശ്വസിച്ചു, കണ്ണു വളച്ചങ്ങ് വിശ്വസിച്ചു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസം, ദൈവപ്രസാദമുള്ള വിശ്വാസ ജീവിതം ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. അത് മരണം വരെ തുടരുന്ന ഒരു പ്രക്രിയയാണ്. ഈ വിശ്വാസത്തിൽ നമ്മൾക്ക് തുടരാം. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരും, മിക്കവാറും ആളുകൾ, എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടോ ഞെരുക്കുമെന്നും ഒക്കെ അനുഭവിക്കുന്ന രീതിയിൽ നിന്നൊക്കെ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാതെ, പണമുണ്ടെന്നും പറഞ്ഞ് കർത്താവിനെ വിശ്വസിക്കാതെ ആശ്രയിക്കാതെ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഞാനൊന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ, ഒരു വാക്ക് പറയണമെങ്കിൽ, സ്തോത്രം, ദൈവത്തിൻ്റെ കൃപ എനിക്ക് ആവശ്യമാണ്. ആ വിശ്വാസത്തിൻ്റെ മേൽ പ്രസാദിക്കുന്നവനാണ് ദൈവം. രണ്ടാമത്, ഒന്ന്, അനുദിന ജീവിതത്തിൽ പ്രകടമാക്കുന്ന വിശ്വാസത്തിൻ്റെ മേൽ സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കുന്നു. മറ്റൊന്ന്, ഈ എബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മൾ വായിച്ചാൽ അവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട്. 13-ാം വാക്യം,
തങ്ങൾ ഈ ലോകത്തിൽ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് എന്തു ചെയ്തു? വിശ്വാസത്തിൽ മരിച്ചു. ഇതൊരു വലിയ ഭാഗ്യമാണ്. വിശ്വാസത്തിൽ തുടങ്ങിയ പലർക്കും, ഞാൻ പറയാൻ പോകുന്ന വാചകം ഒന്ന് പൂരിപ്പിച്ചേ, വിശ്വാസത്തിൽ മരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. അതൊരു വലിയ പരാജയമാണ്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിൽ മരിച്ചു. മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ വെട്ടാനുള്ള വാള് ഒരു ദൈവദാസൻ എഴുതിയിരിക്കുന്നത്, അതുപോലെ പകർത്തിയ ഒരു ദൈവദാസൻ പറഞ്ഞത് ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്ന വർഷങ്ങൾക്ക് മുമ്പാണ്. പൗലോസിനെ കൊല്ലാനുള്ള വാള് രാകുന്ന ശബ്ദം കേട്ടോണ്ട് പൗലോസ് എഴുതിയതാണെന്നാണ് ആ ദൈവദാസൻ പറഞ്ഞത്. തൻ്റെ കഴുത്തിൽ വെട്ടാനുള്ള ആ വാള് രാകുന്ന ശബ്ദം കേട്ടോണ്ട് പൗലോസ് എഴുതിയതെന്നാണ് പറയുന്നത്. എന്താ? ഞാൻ നല്ല പോർ പൊരുതു, എൻ്റെ കഴുത്തിലൊരു വാള് വീഴാൻ പോവുകയാണ്. എന്നാൽ ഞാൻ എന്ത് ചെയ്തു? വിശ്വാസം കാത്തു. മരണം വരെ ഏത് പ്രതിബന്ധം വന്നാലും വിശ്വാസത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്നെങ്കിൽ അതിൽ പരം ഭാഗ്യം വേറെയില്ല. ഞാൻ ഇതോട് ചേർത്ത് ഒരു വചനം കൂടെ പറഞ്ഞ് അടുത്ത ആശയം ചിന്തിക്കാമെന്ന് വിചാരിക്കും. ഒത്തിരി കാര്യങ്ങളുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ 4-ാം വാക്യം നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. 4-ാം വാക്യം എന്താ? എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അടുത്ത വാചകം 5-ാം വാക്യം അല്ലേ? ആ പാറ ക്രിസ്തുവായിരുന്നു. അടുത്ത വാചകം. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ മതി. അവരിൽ മിക്ക പേരിലും ദൈവം ഞാൻ ഒരു വേദഭാഗം കൂടി ഇതിനോട് ചേർത്ത് പറയാം. ഹോംവർക്ക് എന്നാൽ എത്ര പേര് വീട്ടിൽ ചെന്ന് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എൻ്റെ ജോലി ഞാൻ അങ്ങ് തീർത്തേക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഈ 1 മുതലുള്ള വാക്യങ്ങൾ, ആ 10-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ 5 പ്രാവശ്യം എല്ലാവരും എന്നും പറയുന്നു. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ 5 പ്രാവശ്യം പറയുന്നുണ്ട് എല്ലാവരും. സഹോദരന്മാരെ, നിനപ്പോടെ അറിയത്തില്ലേ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടവരെല്ലാവരും എവിടായിരുന്നു? ദൈവത്തിൻ്റെ കൃപയുടെ മേഘത്തിൻ്റെ കീഴിലായിരുന്നു, മേഘത്തണലിലായിരുന്നു. പിന്നെ എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും സ്നാനമേറ്റു അല്ലേ? എല്ലാവരും മേഘത്തിൻ്റെ കീഴിലായിരുന്നു, എല്ലാവരും സ്നാനമേറ്റു. പിന്നെ എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. ഇപ്പോഴത്തെ നാടൻ ഭാഷ ഞാനങ്ങ് പറയാം, അത്ര കൃത്യമായിട്ട് ശരിയല്ല. തിരുവത്താഴും ഒരേ ആത്മീയ പാനീയവും തിന്നുകയും കുടിക്കുകയും ചെയ്യും. അടുത്ത എന്താ പറയുന്നത്? അവരിൽ മിക്ക പേരിലും ഇത്രയും നേരം എല്ലാവരും ഉണ്ടായിരുന്നു. 5-ാം വാക്യം വന്നപ്പോൾ എന്തിയെ എല്ലാവരും എന്തിയെ? എബ്രായർ 4 മരുഭൂമിയിൽ ശവങ്ങളായി വീണു. എവിടെ? മരുഭൂമിയിൽ. എന്തുകൊണ്ടാ ശവങ്ങളായി വീണത്? ഉത്തരം ഒന്നേ ഉള്ളു കേട്ടോ. എന്താ?
വിശ്വസിച്ചില്ല. മോശ കയറിയോ? ഈ എല്ലാവരുടെ കൂട്ടത്തിലും ആരും ഉണ്ടായിരുന്നു? ലീഡർ ആരായിരുന്നു? മോശയെക്കുറിച്ച് പറയാൻ വന്നപ്പോൾ ഒരു പേടിയല്ലേ? ലീഡർ ആരായിരുന്നു? മോശ. പുള്ളിക്ക് എന്താ പറ്റി? അദ്ദേഹവും എവിടെ? കനാനിൽ കയറിയില്ല. ഇനി നോക്കിക്കോ, ഒരു വാക്യം ഞാനങ്ങ് പറയാം. സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിന് 12-ാം വാക്യം ഒന്ന് നോക്കി. ഇത് വിശ്വാസികൾ വളരെ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു വാക്യമാണ്. 12-ാം വാക്യം, 20-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. പിന്നെ യഹോവ മോശയോടും അഹരോനോടും, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുകെ എന്നെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുകയില്ല എന്ന് അരുളി ചെയ്തു. നിങ്ങൾ അക്കരയ്ക്ക് പോവുകയില്ല, നിങ്ങൾ അവിടോട്ട് കയറുകയില്ല. എന്താ കാരണം? നമ്മളേറ്റവും നമ്മൾ മാത്രമല്ല, സ്വർഗത്തിലെ തമ്പുരാൻ ഉന്നതമായ സാക്ഷ്യം പറഞ്ഞയാൾ ആര്? മോശ. 2 അഹരോൻ. എന്താ? ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് എന്നെ വിശുദ്ധീകരിക്കാതെ എന്ത് ചെയ്തു? അവിശ്വസിച്ചതുകൊണ്ട്. ദൈവത്തിന് മുഖപക്ഷമില്ല. അതെത്ര വലിയ ആത്മീക ലീഡറായാലും നേതാവായാലും. ദൈവത്തെ അവിശ്വസിച്ചാൽ ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി ദൈവം അയച്ചിരിക്കും. ന്യായവിധി എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്ന അർത്ഥത്തിൽ മാത്രം അറിയുക. ഈ ജനത്തെ അവിടെ കൊണ്ടുചെന്ന് അവരെ അവിടെ ആ ദേശം വിഭാഗിച്ച് ഓരോരുത്തർക്കുള്ള ഭാഗം വിഭജിച്ച് കൊടുക്കേണ്ട ആളാര്? മോശ. എന്തോ സംഭവിച്ചു? വിശ്വസിച്ചില്ല. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ എളിമയോടെ പറയട്ടെ, ദൈവം വിശ്വാസത്തിന് നൽകുന്ന പ്രാധാന്യം, വിശ്വാസത്തിൻ്റെ മേലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഞാൻ അതിനോട് വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇന്ന് ആത്മീകരാണ് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്ന ബഹളവും കാര്യങ്ങളുമൊക്കെ നമുക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുക. പക്ഷെ തമ്പുരാൻ നോക്കുന്നത് വിശ്വാസം കൂടാതെ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും ദൈവം നൽകുന്നത് ഒരു വലിയ വട്ടപ്പൂജയാണ്. അതിൻ്റെ മാർക്ക്. അപ്പോൾ ഇന്ന് രാത്രി ഒരു സമർപ്പണത്തിൻ്റെ രാത്രിയാണ്. കൂടുതൽ ദൈവത്തെ വിശ്വസിക്കുവാൻ നമ്മൾക്ക് സാധിക്കുന്നു. ഇന്നലെ ഇവിടെ പാടിയല്ലോ, ആശ്രയം യേശുവിൽ, മറന്നുപോയി കാണല്ലേ? ദിനവും നിൻ ചുമടുകൾ അവന്മേൽ വയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഏറ്റവും തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഈ വിശ്വാസം എന്നുള്ള കാര്യം ഞാൻ അതിൻ്റെ ഒരു അംശം ഒന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. വലിയ പഠനമാണ് പ്രിയപ്പെട്ടവരെ. പഴയ നിയമ വിശുദ്ധന്മാരും, ഞാൻ ഇന്നലെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും, അങ്ങനെ 2 ദൈവമുണ്ടോ? പഴയ നിയമത്തിലെ ദൈവത്തിനും വിശ്വാസത്തിലെ പ്രസാദം, പുതിയ നിയമത്തിലെ ദൈവത്തിനും എവിടാ? വിശ്വാസത്തിലാണ് പ്രസാദിക്കുന്നത്. സ്തോത്രം. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ
അപ്പോൾ ഹാബേൽ വിശ്വസിച്ചത് എങ്ങനെ? ക്രിസ്തുവിൻ്റെ വചനം കേട്ടാണ് ഹാബേൽ വിശ്വസിച്ചത്. സംശയം വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ ചോദിച്ചാൽ മതി കേട്ടോ. ഇപ്പം നമുക്കവിടെ നിർത്തിയിട്ട് മുന്നോട്ട് പോവാം. വിശ്വാസത്തിൻ്റെ മേൽ ദൈവം പ്രസാദിക്കുന്നു. രണ്ടാമത് വേറൊരു വേദഭാഗം. നിർത്തിയേക്കാമേ, വാക്യം വായിച്ച് നിർത്താം. വായിച്ച് നോക്കിയപ്പോഴാണ് 8 സമയം അല്ലേ മോനെ? റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിക്കുകയുള്ള വിശദീകരിക്കുകയില്ല. ദൈവപ്രസാദം എന്ന വിഷയത്തിൽ രണ്ടാമത് ധ്യാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. റോമർ 8:8 എടുത്തവരൊന്നും വായിച്ചേനെ. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. ദൈവം പ്രസാദിക്കാത്ത രണ്ടാമത്തെ കൂട്ടർ കണ്ടോ? അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് പറഞ്ഞാൽ ദൈവം പ്രസാദിക്കുന്ന ആരല്ല? ഇവിടെ നമ്മൾ വായിച്ചത് ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. എൻ്റെ പോസിറ്റീവായിട്ട് പറഞ്ഞാൽ എന്താ? ആത്മസ്വഭാവമുള്ളവരിൽ ദൈവം പ്രസാദിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം പരിശുദ്ധാത്മാവിൻ്റെ അധ്യായം. 16 പ്രാവശ്യമെങ്കിലും നേരിട്ടോ അല്ലാതെയോ പരിശുദ്ധാത്മാവ് എന്ന ആ നാമം ഇവിടെ വരുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 16 പ്രാവശ്യം. ആത്മ സ്വഭാവം, ജഡ സ്വഭാവം. 4-ാം വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ നീളുന്നതാണ് ആ പഠനം. അവസരം കിട്ടുമ്പോൾ ഈ ഭാഗം ഒന്ന് ധ്യാനിച്ചു. ദൈവം വെച്ചാൽ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് തുടർന്ന് അത് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ദൈവം പ്രസാദിക്കുന്നത് ആത്മസ്വഭാവികളിലാണ്. എങ്ങനെയാണ് ഒരു ആത്മസ്വഭാവം ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു വലിയ ജോലിയാണ്. രക്ഷിക്കപ്പെട്ട അഥവാ വിശ്വസിച്ച അനേക ആളുകളും പരിശുദ്ധാത്മാവിന് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തി നൽകിയിട്ടില്ല. വ്യക്തിയാണെങ്കിലും സഭയാണെങ്കിലും ചിന്തിക്കണേ. വളരെ പ്രാധാന്യം നൽകി ഈ പരിശുദ്ധാത്മാവെന്നുള്ള ഉപദേശത്തെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ അതിൽ ഒരു വലിയ പിശാചി ചെയ്തിരിക്കുന്ന ഒരു വലിയ സംഭവം എന്താണെന്നറിയാമോ? ഒരു വേദശാസ്ത്രജ്ഞൻ പറഞ്ഞതാണ് ഞാനീ പറയുന്നത്, ആവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ന ഡോക്ട്രിൻ, ആ ഉപദേശം അവഗണിക്കപ്പെട്ട ഒരു ഉപദേശമാണ്. പലരും പരിശുദ്ധാത്മാവിൻ്റെ പേര് വലിയ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് എന്താണെന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്താണെന്നും പരിശുദ്ധാത്മാവും നാമുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്തെടുക്കാൻ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കിയിട്ടുള്ളവർ തുലോം ചുരുക്കമാണ്. അതിൻ്റെ പരാജയം ദൈവസഭ പൊതുവേയും വിശ്വാസികൾ വ്യക്തിപരമായും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയെ നിയന്ത്രിക്കുന്ന ആരാണ്? ഞാൻ പറയുന്നതിന് അപ്പുറത്ത് ഇവിടെ ഒന്നും വേണ്ട. ദൈവാത്മാവ് പറയാ, കുഞ്ഞെ എടാ മോനെ അങ്ങനെ അല്ലടാ, നീ അങ്ങനെ വാശി പിടിക്കരുത്, ഞാൻ പറയുന്നത് പോലാണ്.
സഭ പോകേണ്ടത്. ദൈവാത്മാവിൻ്റെ നിയന്ത്രണം. കുഞ്ഞെ, രക്ഷിക്കപ്പെട്ട യുവാക്കളോട് ഞാൻ പറയട്ടെ, കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവാത്മാവിന് നിങ്ങളെ തന്നെ സമർപ്പിക്കണം. നിങ്ങളുടെ ചിന്തയെ ദൈവാത്മാവിന് വിട്ടുകൊടുക്കണം. നിങ്ങളുടെ മനസ്സിനെ ദൈവാത്മാവിന് വിട്ടുകൊടുക്കണം. പോരാ, നിങ്ങളുടെ സ്വഭാവത്തെ രൂപീകരിക്കുവാൻ ദൈവാത്മാവിന് നിങ്ങളെ വിട്ടുകൊടുക്കണം. നിങ്ങളുടെ നടപ്പിനെ നിയന്ത്രിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കണം. അപ്പോഴാണ് ദൈവപ്രസാദമുള്ള ഒരാത്മീക ജീവിതം നയിക്കുവാൻ സാധിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ചിന്തിച്ചു നോക്കാം. ആത്മപരിശോധനയ്ക്കുള്ള സമയമാണിത്. ദൈവത്തിന് സ്തോത്രം. ദൈവം പ്രസാദിക്കുന്ന ഒരാത്മിക ജീവിതത്തിൻ്റെ ഉടമയാണോ ഞാൻ? സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിൽ നിന്ന് അനുഗ്രഹീതമായ ആലോചനകൾ നാം ഇത്രയും സമയം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള പ്രവൃത്തി അവനിൽ വിശ്വസിക്കുക എന്ന കാര്യമാണ് ഇന്നത്തെ സന്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. രക്ഷിക്കുന്ന വിശ്വാസത്തിൽ ആരംഭിച്ച് അനുദിന ജീവിതത്തിലുള്ള വിശ്വാസത്തിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കണം എന്ന വലിയ ഒരു ആത്മീയ സത്യം ഇന്ന് നമ്മൾ കേട്ടു. അതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാനായിട്ട് പിശാച് വളരെയധികം കാര്യങ്ങൾ ചെയ്യും. പിശാചിൻ്റെ 3 പ്രധാനപ്പെട്ട തന്ത്രങ്ങളെക്കുറിച്ചും നാം ഇന്ന് കേൾക്കുകയുണ്ടായി. അതിൽ ഏറ്റവും അപകടകരം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാത്തവർക്ക് രക്ഷിക്കപ്പെട്ടു എന്ന തെറ്റിദ്ധാരണ നൽകുന്ന കാര്യമാണ്. അതേറ്റവും നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മെ തന്നെ നമുക്ക് ഇന്ന് രാത്രി ആത്മപരിശോധന ചെയ്ത് ഈ വിശ്വാസത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് വിലയിരുത്തി വരും ദിവസങ്ങളിൽ ആ അനുദിന ജീവിതത്തിലുള്ള വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അതിന് നമുക്ക് അധികമായിട്ട് പരിശ്രമിക്കാം. ഒടുവിലായിട്ട് കർത്തദാസൻ പറഞ്ഞതുപോലെ ജഡ സ്വഭാവമുള്ളവരിൽ ദൈവം പ്രസാദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതെത്ര വലിയ ഉന്നതനായ നേതാവാണെങ്കിലും ദൈവം തീർച്ചയായിട്ടും അവർക്ക് ബാലശിക്ഷ നൽകുക തന്നെ ചെയ്യും എന്ന വലിയൊരു വാണിംഗ് കൂടെയാണ് ദൈവവചനം ഇന്ന് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് വളരെ ഭയത്തോടെ വളരെ ഗൗരവത്തോടെ ഈ വിഷയങ്ങൾ വരുന്ന ആളുകൾ ചിന്തിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് അധികമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അനുഗ്രഹീതമായ ദൈവവചനം ഇന്നും നമുക്ക് വിളമ്പിത്തന്ന പ്രിയ കർത്താസൻ PS തമ്പാൻ അവരോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം പ്രിയ കർത്താസനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വരുന്ന ആളുകളിലും അനുഗ്രഹീതമായ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് പ്രിയ കർത്താസന് അവസരങ്ങൾ നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാളെയും ഈ യോഗം ഉണ്ടായിരിക്കുന്നതാണ്. ഈ മീറ്റിങ്ങുകളുടെ അവസാന ദിവസമായിരിക്കും നാളെ. കൃത്യം 6:30 തന്നെ ഈ മീറ്റിംഗ് ആരംഭിക്കുന്നതാണ്. 6:30 മുതൽ 8:30 സമയമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് കടന്നു വന്ന എല്ലാവരും നാളെയും കടന്നു വരണം എന്ന് ഏറ്റവും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാവരോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കുന്നുകുഴി സഭയിലുള്ള വിശ്വാസികളുടെ അറിവിലേക്കായിട്ട് ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നാളെ ആരാധന യോഗം നമ്മുടെ സഭാ ഹാളിൽ വെച്ച് തന്നെ ആയിരിക്കും നടത്തപ്പെടുന്നത്. അവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും AKG സെൻറ്റർ റോഡ് AKG സെൻറ്റർ വഴിയുള്ള റോഡ് അതിൽ ആ വഴി കൂടെ വരുവാനായിട്ട് യാതൊരു തടസ്സവുമില്ല. എന്നാൽ അതേസമയം RC ജംഗ്ഷൻ റോഡും MLA ഹോസ്റ്റൽ റോഡും അത് ബ്ലോക്കാണ്. അതുകൊണ്ട് വരുന്നവർ AKG സെൻറ്റർ വഴി വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഇപ്പോൾ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കുന്നുകുഴി സഭയിലെ മൂപ്പന്മാരിൽ ഒരാളായ KM ജോർജ് അവർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച്
ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതാണ്. അതിനായിട്ട് പ്രിയ സഹോദരനെ ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗപിതാവേ, ഈ മനോഹര രാത്രിക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഇരുന്ന ഈ വിശേഷാൽ യോഗങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. മനോഹരമായ ചിന്തകൾ ഞങ്ങളെ കേൾപ്പിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് പ്രകൃതിയൊക്കെ അനുകൂലമാക്കി തന്നു. മഴയുടെ യാതൊരു പ്രയാസവും ഇല്ലാതെ ഞങ്ങൾക്ക് കൂടി വരുവാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കിയതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ നിന്റെ ദാസനിൽ കൊടുക്കൽ പോകാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കിയതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് അത് ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളെ ഞങ്ങളെ കേൾപ്പിച്ചു. ഞങ്ങളെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ആ ചിന്തകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജഡപ്രകാരമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ആ സത്യം ഞങ്ങളെ കേൾപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഇന്നലെ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യത്തെ ഉൾക്കൊള്ളുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളൊക്കെ ഞങ്ങളെ കേൾപ്പിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. അതെ, ഞങ്ങളെങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതെന്നുള്ളത് വിവിധ രീതിയിൽ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ വിശ്വാസം അത് എങ്ങനെയിരിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ പരിശോധിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. അതേ, അനേക വിഷയങ്ങളൊക്കെ അതിനുള്ള ബന്ധത്തിൽ ഞങ്ങളെ ചിന്തിപ്പിച്ചു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. കർത്താവേ, ഞങ്ങളുടെ രക്ഷ എത്രയോ വലുതാണ്, നിത്യരക്ഷ. അതേ, ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന രക്ഷയ്ക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹം എത്ര വലുതാണ്. കർത്താവേ, കൃപയാൽ ലഭിച്ച രക്ഷയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, അവിടെ നിങ്ങളോട് കാണിച്ച കരുണയ്ക്കായിട്ട് സ്തോത്രം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കെട്ടിയവൻ ഭാഗ്യവാൻ. അങ്ങനെ ഞങ്ങളെ ഭാഗ്യമുള്ള ജനമാക്കി ഞങ്ങളെ തീർത്തല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, വരും ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളുടെ വിശ്വാസത്തിൽ എത്രമാത്രം അത് അടിയുറച്ച വിശ്വാസമാണെന്നുള്ളത് ചിന്തിപ്പാൻ തക്കോണം, ഞങ്ങളുടെ വിശ്വാസം എങ്ങനെയിരിക്കുന്നുള്ളത് പരിശോധിപ്പാൻ തക്കോണം. കർത്താവെ, ഈ നാളുകളിൽ ഞങ്ങളെ അതിനായിട്ട് ബലപ്പെടുത്തണമേ, സഹായിക്കണം, പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണം, പ്രാർത്ഥിക്കും. ഞങ്ങളാണ്ട് പോലൊന്നും ആയിട്ടില്ലല്ലോ കർത്താവെ, അവിടുന്ന് കരുണ കാണിക്കണം, പ്രാർത്ഥിക്കും. കർത്താവെ, അതേ, അവിടുത്തെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ദൈവമയച്ചവനിൽ വിശ്വസിക്കുക. കർത്താവെ, അത് മാത്രമാണ്. അങ്ങനെ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ. കർത്താവെ, അങ്ങനെ ഞങ്ങൾക്ക് കർത്താവെ, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിപ്പാൻ തക്കോണം, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിപ്പാൻ തക്കോണം ഞങ്ങൾക്ക് അതേ വിവിധ സമയങ്ങളിൽ കർത്താവെ അതിനായിട്ട് ഞങ്ങളെ ഒരുക്കിയതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. കർത്താവ്, തുടർന്ന് ഞങ്ങളെ സഹായിക്കണം, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കൂടുതൽ നിശ്ചയമുള്ളവരായിട്ട് കർത്താവെ, വരും ദിവസങ്ങൾ കൂടുതലായിട്ട് വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് ജീവിപ്പാൻ അവിടെ നിങ്ങളെ ഇടയാക്കണമേ, സഹായിക്കണം, പ്രാർത്ഥിക്കുന്നു. ദാസന് അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ, അതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ ദാസന് കൊടുത്ത വചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളത് ശരിയായിട്ട് പഠിച്ച് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചിന്തിപ്പാനും കർത്താവെ അവിടുന്ന് ആഗ്രഹിക്കുന്ന നിലയിൽ ഞങ്ങൾ അവിടുത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ അവിടെ നിങ്ങളെ വരും ദിവസങ്ങളിൽ സഹായിക്കണമേ. അവിടുത്തെ എല്ലാ കരുണയ്ക്കായിട്ടും വിശ്വസിക്കായിട്ടും സ്തോത്രം. കൂടി വന്ന എല്ലാവർക്കായിട്ടും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. നാളെയും കർത്താവ് ഞങ്ങൾക്ക് എങ്ങനെ കൂടി വരുവാൻ അവിടെ നിങ്ങളെ സഹായിക്കണം, പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ എല്ലാ കരുണയ്ക്കായിട്ടും വിശ്വസിക്കായിട്ടും സ്തോത്രം. സകലമാനവും മഹത്വം എടുക്കണമേ. സകലവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിച്ച് വഴിനടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം ഇവരോടും വിശിഷ്യ നമ്മളെ വചന ശുശ്രൂഷിച്ച ദാസനോടും കുടുംബത്തോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ, ആമേൻ.